പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ജീവിത ഭാരവുമേന്തി ഞങ്ങൾ അമ്മയെ തേടി വരുമ്പോൾ അമ്മയെ ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. വഴിയറിയാത്ത ഞങ്ങൾക്ക് വഴിയുടെ വാതിൽ തുറന്ന് ഞങ്ങളെ വഴികാട്ടി ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിത പാതയിൽ പ്രകാശമായ അമ്മ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. അമ്മേ മാതാവേ, അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണല്ലോ. അമ്മയെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഞങ്ങൾക്ക് വഴിയുടെ വാതിലുകൾ തുറന്ന് ഞങ്ങൾ നടക്കേണ്ട വഴിയേതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളെയും ഒരുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. തൊഴിലിനായിട്ട് ശ്രമിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കുവാൻ തക്കവിധമുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായിപ്പോയ തളർന്നു പോയ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ മക്കൾ ശരീരം തളർന്ന് കിടക്കയിലായി പോയവരുണ്ട്. അവരെ എല്ലാം ഏറ്റെടുക്കണമേ. ഈശോയെ, അങ്ങ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനാണ്, അന്ധന് കാഴ്ച കൊടുത്തവനാണ്, ചെകിടന് കേൾവി കൊടുത്തവനാണ്. കർത്താവെ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളിലേക്കും അങ്ങ് പ്രവർത്തിക്കണമേ. തളർന്ന മക്കളെ എഴുന്നേൽപ്പിക്കണമേ. ഈശോയെ, അങ്ങ് ലാസറിനെ ഉയർപ്പിച്ചവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തിയുള്ളവനായ തമ്പുരാനെ. നിനക്ക് അസാധ്യമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല തമ്പുരാനെ. നിന്നിൽ വിശ്വസിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ അലിവായിരിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട് കർത്താവേ. അത് അടച്ചു തീർക്കുവാനുള്ള വഴിയുടെ വാതിലുകൾ തുറക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, നഷ്ടപ്പെടലിൻ്റെ വേദനയിൽ കഴിയുന്ന എത്രയോ മക്കളുണ്ട്. അവരുടെ നഷ്ടങ്ങളെ നീ നികത്തണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന എത്രയോ മക്കളുണ്ട്. മാതാവേ, അവരെ എല്ലാം ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഗുരുക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ നൽകുന്ന ഓരോ തിരുവചനവും ഉൾക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങളിൽ ആവശ്യമായ കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. അവർക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഓരോരുത്തരുടെയും പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലെ യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം അമ്മ കാവലായി തുണയായി കൂടെ നിൽക്കണമേ. ഒരു കുഞ്ഞു പോലും വഴിതെറ്റി പോകുവാൻ അനുവദിക്കരുതേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അവരെ ഒരുക്കണമേ. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ലെന്നും സ്വർഗത്തിലാണ് ശാശ്വതമായ ജീവിതമെന്നും മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ അവരെ ഒരുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. റവ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗാവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഈ മക്കൾക്ക് വേണ്ടി ഈശോയോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവ പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ജോലി നഷ്ടപ്പെട്ട് ഭാരമായി ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയുടെ വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ. ഏറെ പ്രതീക്ഷയോടെ നല്ല ഭവന പണി പൂർത്തീകരിച്ചിട്ടും ആ ഭവനത്തിൽ സമാധാനത്തോടെ ഒരു നേരം പോലും കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അവരുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെ ഏറ്റെടുത്ത് ആവലാതികളെ ഏറ്റെടുത്ത് ആ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ. ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് തുണയായി കൂടെ നിൽക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന്
പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.